നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. തദ്ദേശ വോട്ടർ പട്ടിക പേര് ചേർക്കുവാൻ 12 രേഖകളിൽ ഏതെങ്കിലും മതി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡും കോളേജ് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ 12 രേഖകൾ ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കളക്ടർമാർക്കും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷയിലെ പേര്, വയസ്സ്, താമസം എന്നിവ സംബന്ധിച്ച് EROമാരുടെ സംശയമുണ്ടെങ്കിൽ ഈ രേഖകളിൽ ഏതെങ്കിലും പരിശോധിക്കാം. 1. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ തിരിച്ചറിയൽ കാർഡ്. 2 പാസ്പോർട്ട്. 3 ഡ്രൈവിംഗ് ലൈസൻസ്. 4 പാൻ കാർഡ്. 5 ഫോട്ടോ പതിച്ച SSLC ബുക്ക്. 6 ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 2025 ജനുവരി 1 മുൻപ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്. 7 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ. 8 ആധാർ കാർഡ്. 9 റേഷൻ കാർഡ്. 10 റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. 11 അംഗീകൃത സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ, അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ. 12 കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച കാർഡുകൾ. അപേക്ഷകർ നേരിട്ട് ഹാജരാകാൻ EROയുടെ നോട്ടീസ് ലഭിക്കും. നോട്ടീസിലെ തീയതിയിലും സമയത്തും ഹാജരാകാൻ കഴിയാതിരുന്നാൽ സൗകര്യപ്രദമായ മറ്റൊരു ദിവസം ഹാജരാകാൻ സൗകര്യം ചെയ്യണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.